ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്നേ ദിവസം പ്രഭാതം തൊട്ട് ഈ വചന കൂടാരത്തിലായിരുന്നു കൊണ്ട് ഗുഡ്നസ് ചാനലിൻ്റെ ഇമ്മാനുവേൽ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാനുള്ള സമയമാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 30-ാം വാക്യം പറയുന്നു, എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിന് ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ഈ നിമിഷം സർവശക്തിയോടും കൂടെ ആടിപ്പാടി ദൈവത്തെ സ്തുതിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 149-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുകയാണ്, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഈ നിമിഷം ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ഏറ്റവും തീക്ഷ്ണതയോടെ നമുക്ക് എല്ലാവർക്കും, ഇരിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്, നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് ചേർന്ന് ഗായക സംഘത്തോട് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കാം. എല്ലാവരും ഒന്ന് കൈയടിച്ച് എഴുന്നേറ്റ് നിൽക്കുക. ഇരിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നുണ്ട് കരമടിച്ച് ശക്തമായിട്ട് തീക്ഷ്ണതയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ദൈവസ്തുതി ആലപിച്ചുകൊണ്ട് ഇമ്മാനുവേലായവനെ വിളിച്ച് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മോടുകൂടെ, യഹോവയാ ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ. നമ്മോടുകൂടെ ഇമ്മാനുവേൽ ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ. തമ്പുരാന്റെ കൃപയ്ക്ക് വേണ്ടി കേട്ടാണ് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത്. ഈ നിമിഷം തീക്ഷ്ണതയോടെ ദൈവ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഉയർത്താം, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഇമ്മാനുവേലായവൻ, നാളെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെടുന്ന ദിനമാണ്. തീക്ഷ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ ശക്തിയാൽ നിറയപ്പെടുകയാണ്. ഈ ഒരു ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയാണ്. തീക്ഷ്ണമായിട്ട് തമ്പുരാന്റെ തിരുപ്പിറവി ആഘോഷിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുന്ന സമയമാണ്. നമ്മൾ തീക്ഷ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഈ പ്രഭാതം തൊട്ട് നമ്മൾ തീക്ഷ്ണമായിട്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള വിശ്വാസികൾ ഒന്ന് ചേർന്ന് ഈ ഗുഡ്നസ് ചാനലിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. വചന പ്രഘോഷണത്തിലൂടെ വൈദികർ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ദൈവിക കൃപയാൽ നമ്മൾ നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. തീക്ഷ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. പൂർവപിതാക്കൾ തൻ കർത്താവാകിയ ദൈവം നമ്മോടുകൂടെ, മോശയ്ക്കും ജനതയ്ക്കും ദർശനമേകിയ ദൈവം നമ്മോടുകൂടെ. പൂർവപിതാക്കൾ തൻ കർത്താവാകിയ ദൈവം നമ്മോടുകൂടെ, മോശയ്ക്കും ജനതയ്ക്കും ദർശനമേകി ദൈവം നമ്മോടുകൂടെ. ഈജിപ്തിനടിമത്ത ചങ്ങല നീക്കിയ ദൈവം നമ്മോടുകൂടെ, വാഗ്ദത്ത ഭൂമിയെ ജനതയ്ക്കു നൽകിയ ദൈവം നമ്മോടുകൂടെ, വാഗ്ദത്ത ഭൂമിയെ ജനതയ്ക്കു നൽകി ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ. ചേർന്ന് പാടിക്കൊണ്ട് യഹോവയാ ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ. കൂടെ
തന്നെ വസിക്കുന്ന ദൈവം, കൂടെ നിന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവം, കൂടെ ആയിരുന്നു കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, ഈ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വചനത്തിലൂടെ അവിടെ നമ്മൾ സംസാരിക്കുകയായിരുന്നു ഇത്രയും സമയം. ഈ നിമിഷം തമ്പുരാന്റെ മുൻപിൽ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശക്തമായിട്ട് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 9-ാം വാക്യം പറയുന്നുണ്ട്, സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിന്റെ പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ഈ നിമിഷം നമ്മൾ ശക്തമായിട്ട് നമ്മളിലുള്ള എല്ലാ പാപത്തിന്റെ അവസ്ഥകളെയും നമ്മൾ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, വളരെ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷകളിലൂടെ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് പ്രഭാതം തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് വിശുദ്ധിയുടെ നിറവ് നമ്മുടെ മേൽ ഇറങ്ങി ആവസിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ്, ഇസ്രായേൽ ജനത്തിന് എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും യാവേ വിടുതൽ കൊടുക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനമാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രക്ഷകൻ ജനിക്കുമെന്ന്. ആ രക്ഷകന്റെ ജന്മതിരുനാളിന് വേണ്ടിയിട്ട്, ആ വലിയ ആഘോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചതിന്റെ നല്ല ഓർമ്മകളെ മനസ്സിൽ സ്വീകരിക്കുവാനായിട്ട്, ആ നല്ല ഓർമ്മകളുമായിട്ട് ജീവിതത്തെ ഒരു പടി കൂടി കരുത്തുള്ളതാക്കി മാറ്റുവാനായിട്ട് നമ്മൾ തീക്ഷണമായിട്ട് ഒരുങ്ങുന്ന അനുഗ്രഹത്തിന്റെ സമയം. ഏറ്റവും തീക്ഷണമായിട്ട് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. വചനം മാംസമായി മണ്ണിൽ വന്നൊരു ദൈവം നമ്മോട് കൂടെ, കുരിശിൽ ജീവനെ നമുക്കായി ഹോമിച്ച ദൈവം നമ്മോട് കൂടെ. വചനം മാംസമായി മണ്ണിൽ വന്നൊരു ദൈവം നമ്മോട് കൂടെ, കുരിശിൽ ജീവനെ നമുക്കായി ഹോമിച്ച ദൈവം നമ്മോട് കൂടെ. രക്ഷക സ്രോതസ്സം കൂദാശകൾ വഴി ദൈവം നമ്മോട് കൂടെ. അൾത്താരവേദിയിൽ അനുദിന വീതി ദൈവം നമ്മോട് കൂടെ. അൾത്താരവേദിയിൽ അനുദിന വീതി ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ, യഹോവയാ ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ, യഹോവയാ ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. എല്ലാ മക്കളെ കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം 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 മഹത്വം. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം 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 മഹത്വം. യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 യേശുവേ മഹത്വം. നമ്മോട് കൂടെ. ഇരു കരവും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് യഹോവയാ കണ്ണുകൾ അടച്ച തീക്ഷ്ണതയോടെ ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമ്മൾ ആയിരിക്കുകയാണ്.
ദൈവവചനത്തെ ശ്രവിക്കാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയാണ്. ഈ നിമിഷം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് തിരുവചനം നമ്മളോട് പറയുകയാണ്, ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. പ്രിയമുള്ള ദൈവജനമേ, നാളെ ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതവും അടയാളവും പ്രവർത്തിക്കുന്ന ദിനമാണ്. വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിക്കാനായി ഇറങ്ങി ആവസിച്ചതിൻ്റെ വലിയ ഓർമ്മ നമ്മൾ സൂക്ഷിക്കുന്ന ദിനം. ഈ നിമിഷം തീക്ഷണതയോടെ ഇരു കരവും നെഞ്ചോട് ചേർത്ത് വെച്ച് ഉള്ളുരുകിയൊന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നതിന് വേണ്ടിയിട്ട് ഇമ്മാനുവേലായവൻ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജോലി മേഖലകളിലുമൊക്കെ ജനിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇമ്മാനുവേലായവൻ നമ്മുടെ കൂടെ വസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഗായക സംഘത്തോട് ചേർന്ന് ഇരു കരവും നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചേ. ദൈവം നമ്മോടുകൂടെ, യഹോവയാ ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ. പൂർവപിതാക്കളിലൂടെ വാഗ്ദാനമായി കടന്നു വന്നവൻ, തലമുറകളെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രക്ഷകൻ, ആ ഇമ്മാനുവേൽ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുകയാണ്. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താൻ നമുക്ക് ഈ നിമിഷം ഇരു കരവും ആവുന്നത്ര ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഏറ്റവും തീക്ഷ്ണമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്, ജോലി മേഖലകളിലായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഭവനത്തിലൊക്കെ ആയിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം മക്കളുണ്ട്. അവരെയൊക്കെ ഈ നിമിഷം ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരിലേക്കൊക്കെ ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായിട്ട് ഒഴുകുവാനായിട്ട് നമുക്കൊന്ന് ചേർന്ന് ഒരു മിനിറ്റ് നേരം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവായ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് കടന്നു വരുന്ന ശുശ്രൂഷയിലൂടെ ദൈവീക ചൈതന്യത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് രക്ഷകനെ കാത്തിരുന്ന ഇസ്രായേൽ ജനത്തെ പോലെ ഞാനുമിതാ എൻ്റെ ഹൃദയത്തിൽ അവനെ കാത്തിരിക്കുകയാണ്. അവൻ തരുന്ന കൃപയുടെ സ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട്, അവൻ തരുന്ന ശക്തിയാൽ ജ്വലിക്കാനായിട്ട്, അവൻ തരുന്ന വിശുദ്ധിയാൽ നിറയപ്പെടുവാനായിട്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഗായക സംഘത്തോട് ചേർന്ന് നാം പാടിയ ഗാനത്തിൻ്റെ ഈരടികൾ ഉള്ളു തുറന്നൊന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മോടുകൂടെ, യഹോവയാ ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ ദൈവം
നമ്മോടു കൂടെ. ഇമ്മാനുവേൽ ധ്യാനത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്മസിനായിട്ട് നാം ഒരുങ്ങുന്ന വലിയ ഒരു അവസരം കൂടിയാണിത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് വർഷങ്ങൾക്ക് മുൻപ് മാലാഖമാർ പാടിയ ആ മന്ത്രഗാനം ഇന്നും ദൈവത്തെ കാത്തിരിക്കുന്ന മനുഷ്യമക്കളുടെ മനസ്സുകളിൽ അലയടിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഒരു അവസരമാണല്ലോ ഇത്. മിശിഹായെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായി നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതിനായി പല വിധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. പുൽക്കൂട്ടിൽ വന്ന് പിറക്കുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരാണുള്ളത്? മിശിഹ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കണമെങ്കിൽ നമ്മൾ ഏതെല്ലാം തരത്തിൽ ഒരുങ്ങിയിരിക്കണം എന്ന് നമുക്ക് അല്പമായി ഒന്ന് ചിന്തിക്കാം. പണ്ട് ഒരു വലിയ മലയുടെ ചെരുവിൽ എല്ലാവരാലും ആകർഷിക്കപ്പെടുന്ന ഒരു വലിയ ദൈവാലയമുണ്ടായിരുന്നു. ആ ദൈവാലയത്തിൻ്റെ ഭംഗി കൂട്ടുവാനായി അതിന് സമീപത്ത് തന്നെ ഒരു വലിയ മണിഗോപുരവും നിർമ്മിക്കപ്പെട്ടിരുന്നു. ഈ മണിയെക്കുറിച്ച് പ്രത്യേകമായി പല കഥകൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചിട്ടുണ്ട്. അതായത്, ദൈവത്തിന് പ്രീതികരമായ നന്മകൾ ചെയ്യുന്ന അവസരത്തിൽ മാലാഖമാർ ഈ മണിനാദം ശ്രുതിമധുരമായി മീട്ടുമെന്നാണ് അക്കാലഘട്ടത്തിലെ ജനങ്ങളെല്ലാം വിശ്വസിച്ച് പോന്നിരുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരും ഈ മണിനാദം കേൾക്കുകയോ അതിൻ്റെ മാധുര്യം ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന് പ്രീതികരമായ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായി കാണുകയില്ല. ഏതെങ്കിലും ക്രിസ്മസ് രാത്രിയിൽ നല്ല സമ്മാനം മിശിഹായ്ക്കായിട്ട് കാഴ്ചവെക്കുമ്പോൾ ഈ മണിനാദം കേൾക്കുവാൻ സാധിക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അക്കാലത്തെ ജനങ്ങൾ. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ രണ്ട് സഹോദരന്മാർ, മൂത്തവൻ പെദ്രോയും അവൻ്റെ അനുജനും, ക്രിസ്മസിൻ്റെ പാതിരാ കുർബാനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോകുവാൻ ധൃതിയിൽ നടക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴി ആ വഴിയിൽ ഇതാ വീണുകിടക്കുന്ന ഒരു വൃദ്ധ മൂത്ത സഹോദരനായ പെദ്രോയുടെ കണ്ണിൽപ്പെട്ടു. തണുത്തു വിറച്ച് ഏകദേശം മൃതപ്രായയായി ഒരു വയോവൃദ്ധ ആ വഴിയിൽ വീണ് കിടക്കുകയാണ്. സഹോദരന്മാർ രണ്ടുപേരും ഓടിച്ചെന്ന് ഈ വൃദ്ധയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധിച്ച് വേണ്ട പരിചരണങ്ങൾ നൽകുവാനായി ശ്രമിച്ചു. അവർ എത്ര ശ്രമിച്ചിട്ടും ഈ വൃദ്ധയുടെ കണ്ണു തുറന്നില്ല. അവർക്ക് എഴുന്നേറ്റ് നടക്കുവാൻ പാകത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയുമില്ല. അതിനാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മൂത്തവൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അനുജ, നീയെങ്കിലും വേഗം പള്ളിയിലേക്ക് പോയി ഇന്നത്തെ പാതിരാ കുർബാനയിൽ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക, അച്ഛൻ്റെ പ്രസംഗം കേൾക്കുക, എനിക്ക് വേണ്ടി കൂടി നീ ഇവയെല്ലാം ചെയ്യുക. അതിനുശേഷം ഈ വൃദ്ധയെ സഹായിക്കുവാൻ പറ്റിയ ആരെയെങ്കിലുമൊക്കെ കൂട്ടി വേഗം തിരിച്ചു വന്ന് ഇവരെ രക്ഷിക്കുവാൻ നോക്കുക എന്ന് പറഞ്ഞ് അനുജനെ പറഞ്ഞു വിട്ടു. അനുജൻ ചോദിച്ചു, ജ്യേഷ്ഠ,
അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ വരാതിരിക്കുന്നത്? ഇന്ന് ക്രിസ്തുമസ് അല്ലേ? നമ്മൾ രണ്ടുപേരും പള്ളിയിൽ പോകേണ്ടതല്ലേ? പ്രാർത്ഥിക്കേണ്ടതല്ലേ? ഉണ്ണി ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതല്ലേ? അപ്പോൾ ആ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാൻ ഈ വൃദ്ധയെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോന്നാൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വരുന്നതിന് മുൻപ് തന്നെ ഈ വൃദ്ധ മരിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്ന് ഇവരെ സഹായിക്കുന്നത്, പറ്റുന്ന പരിചരണങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതിനായി ഞാനിവിടെ കാത്തു നിൽക്കാം. ഉടനെ തന്നെ അനുജൻ പോകുവാൻ തയ്യാറായി. അപ്പോൾ പെദ്രോ അവനെ വിളിച്ചൊന്നുകൂടി പറഞ്ഞു, ഹേയ്, അവിടെ നിൽക്ക്, ഈ നാണയത്തുട്ടുകൾ കൂടി നീ കൊണ്ടുപോവുക, ഉണ്ണി ഈശോയ്ക്കായിട്ട് ഇത് നേർച്ചയർപ്പിക്കുക എന്ന്. അനുജൻ മനസ്സില്ലാ മനസ്സോടെ പള്ളിയിലേക്ക് യാത്രയാവുകയാണ്, ജ്യേഷ്ഠനെ അവിടെ ഇട്ടിട്ട്. അവൻ പള്ളിയിൽ ചെന്നപ്പോൾ ഫാദിര കുർബാന പണ്ടേ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എങ്കിലും അവനാൽ പറ്റുന്ന രീതിയിലൊക്കെ അവൻ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് ഉണ്ണി ഈശോയുടെ വരങ്ങൾ തേടുന്നതിനായും അവൻ വഴിയിൽ കണ്ട വൃദ്ധയുടെയും അവൻ്റെ സഹോദരൻ്റെയും പ്രത്യേക നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനായിട്ടും അവൻ സമയം ചിലവഴിച്ചു. അങ്ങനെ പാതിരാ കുർബാന കഴിയുന്ന അവസരമായി എല്ലാവരും ഉണ്ണി മിശിഹായുടെ അടുക്കൽ ചെന്ന് നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് തിരിച്ചു പോകാനുള്ള സമയമായിരുന്നു. ആ രാജ്യത്തെ രാജാവും അന്നേ ദിവസം പാതിരാ കുർബാനയിൽ പങ്കെടുക്കുവാനായി ആ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചപ്പോൾ രാജാവ് സ്വന്തം കിരീടമാണ് എടുത്ത് ഉണ്ണി മിശിഹായ്ക്കായിട്ട് സമർപ്പിച്ചത്. ഓരോരുത്തരായി പിരിഞ്ഞു പോവുകയാണ്. അവസാനം ആരുമില്ല എന്ന സമയം ആയപ്പോൾ നമ്മുടെ ഈ സഹോദരന്മാരിൽ ഇളയവൻ തൻ്റെ കയ്യിലുള്ള തുട്ടുകാശിൻ്റെ കാര്യമോർത്ത് അത് ഉണ്ണി ഈശോയ്ക്കായി പള്ളിയിൽ കൊണ്ട് നേർച്ചയിട്ടു. ഉടനെ തന്നെ അന്നുവരെ ആരും കേട്ടിട്ടില്ലാത്ത ആ സ്വർഗീയ മണിനാദം മുഴങ്ങി പലരും കേട്ടു. എന്തൊരാശ്ചര്യം! അന്നുവരെ ഈ സ്വരം ആരും കേട്ടിട്ടില്ല. മാലാഖമാർ പാടുന്ന അതേപോലെ തന്നെ മണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി തന്നെ രാജാവാണ് തിരിഞ്ഞു നോക്കിയത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആരാണ് നേർച്ച കാഴ്ചകൾ ദൈവകുമാരൻ്റെ പക്കൽ അർപ്പിച്ചത്? എന്തു വലിയ നേർച്ചയായിരിക്കും അവിടെ സമർപ്പിച്ചത്? എല്ലാവർക്കും മനസ്സിലായി, ഒരു ചെറുപയ്യൻ കൊണ്ടയിട്ട 2-3 നാണയത്തുട്ടുകളുടെ പേരിലാണ് മാലാഖമാർ സ്വർഗീയ ഗാനം അവിടെ മുഴക്കിയത് എന്ന്. പ്രിയമുള്ളവരെ, എന്താണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? നമ്മുടെ മനസ്സും ഹൃദയവും നമ്മുടെ ജീവിതവും മുഴുവനായി മിശിഹായിക്ക് സമർപ്പിക്കുമ്പോഴാണ് അത് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ഒരു സമ്മാനമായി തീരുന്നത് എന്ന വലിയ വസ്തുത ഇവിടെ വെളിവാക്കപ്പെടുകയാണ്. വെറും വസ്തുവകകളല്ല, സ്വർണ്ണ കിരീടമല്ല, വലിയ വലിയ സമ്മാനങ്ങളൊന്നുമല്ല, മറിച്ച് നമുക്കുള്ളതെന്തോ, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള സന്മനസ്സോ അവരെ രക്ഷിക്കുവാനുള്ള കരുതലുകളോ ഒക്കെയാണ് മിശിഹായുടെ മുൻപിൽ ഏറ്റവും വിലയേറിയ സമ്മാനമായി മാറുന്നത് എന്ന വലിയ സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ക്രിസ്തുമസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താണ് ഉണ്ണി ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടത്? തീർച്ചയായും പ്രാർത്ഥനയാലും ഉപവാസത്താലുമൊക്കെ മിശിഹായെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് കരുണയും സ്നേഹവുമെല്ലാം കാണിച്ച് അവരിലും ദൈവത്തിൻ്റെ അംശം വളർത്തിയെടുക്കുവാനായി നമ്മൾ ശ്രമിക്കുമ്പോൾ ക്രിസ്മസിന് അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും വലിയ അർത്ഥമാണ് ഉണ്ടാവുന്നത്. അതെ, ക്രിസ്തുമസ് ദിവസത്തിൽ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നെങ്കിൽ ആ മിശിഹായെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. അതിനാൽ മിശിഹായെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ മിശിഹായെ മറ്റുള്ളവർക്ക് നൽകുക, ആ മിശിഹയുടെ സ്നേഹം അനുഭവിക്കുവാൻ മറ്റുള്ളവരെ കൂടി പ്രാപ്തരാക്കുക എന്ന വലിയൊരു ദൗത്യം നാം ഏറ്റെടുക്കുകയാണ്
ക്രിസ്തുമസ് ദിനത്തിൽ ഈ ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ ജീവിത പന്താവിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മിശിഹായെ മറ്റുള്ളവർക്ക് നൽകുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും കണ്ട് മിശിഹ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാനായി നമ്മൾ പ്രതിജ്ഞയെടുക്കണം. പുൽക്കൂട്ടിലേക്ക് മിശിഹയെ അന്വേഷിച്ചു വന്ന ജ്ഞാനികൾക്ക് മുൻപിൽ നക്ഷത്രം പോയി എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു. അതെ, നമ്മളും മിശിഹയെ കാണാൻ പോകുമ്പോൾ പല വിധത്തിലുള്ള നക്ഷത്രങ്ങൾ നമ്മളെ നയിക്കുവാനായിട്ടുണ്ടാകും. ഈ നക്ഷത്രത്തെ തിരിച്ചറിയുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. നമ്മൾ ജനിച്ചു വീഴുന്ന നാൾ മുതൽ നമ്മളിൽ ഏതെല്ലാം നക്ഷത്രങ്ങളാണ് സ്വാധീനം ചെലുത്തുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ഗുരുഭൂതന്മാർ, ആധ്യാത്മിക പിതാക്കന്മാർ, ഇങ്ങനെ നമ്മളെ വഴികാട്ടുന്ന അനേകം നക്ഷത്രങ്ങളെ നമ്മൾ കടന്നു പോകുന്ന ഓരോ ജീവിത വഴിയിലും കാണുവാൻ സാധിക്കും. പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ വെളിച്ചം കണ്ട് ഉണ്ണിമിശിഹായുടെ അടുത്തേക്ക് പോകുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധ്യമാകണമെങ്കിൽ നമ്മുടെ ഗുരുഭൂതന്മാരും മാതാപിതാക്കന്മാരും സുഹൃത്തുക്കളും ഒക്കെ കാട്ടിത്തരുന്ന നല്ല നല്ല വഴികളിലൂടെ സഞ്ചരിക്കുവാനും ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് സ്വീകരിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതാണ്. മിശിഹായുടെ ജനന സമയത്ത് മിശിഹായ്ക്ക് പിറക്കുവാൻ ഇടം കിട്ടുവാനായി പല വാതിലുകളിൽ മാതാവും യൗസപിതാവും മുട്ടിവിളിച്ച സംഭവവും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും വാതിലുകൾ തുറക്കപ്പെട്ടില്ല. നേരെ മറിച്ച് അത് കൊട്ടി അടയ്ക്കപ്പെടുകയാണുണ്ടായത്. ഇന്നും നമ്മുടെ ഹൃദയത്തിൽ വന്ന് ദൈവം ചോദിക്കുന്നു, ഉണ്ണിമിശിഹായ്ക്ക് പിറക്കുവാനായി നിന്റെ ഹൃദയത്തെ തുറന്നു തരുവാൻ നിനക്കാകുമോ? എന്നോടും നിങ്ങളോടുമൊക്കെ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. നമ്മുടെ ഹൃദയത്തെ ഒരുക്കി ആ ഹൃദയം മിശിഹായ്ക്ക് പിറക്കുവാൻ തക്കവിധം തുറന്നുകൊടുത്ത് മിശിഹ നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനായി നമ്മുടെ ഹൃദയത്തെ കഴിയുന്ന രീതിയിലെല്ലാം നമുക്കൊരുക്കാം. സൽപ്രവൃത്തികളാകുന്ന നല്ല കാര്യങ്ങൾ കൊണ്ട് ഹൃദയത്തെ നമ്മൾ ഒരുക്കുമ്പോൾ മിശിഹായ്ക്ക് അവിടേക്ക് കടന്നു വരുവാനായിട്ട് വളരെയധികം ഇഷ്ടമായിരിക്കും. എന്തെല്ലാം സൽപ്രവൃത്തികളാണ് നമുക്ക് ഓരോ ദിനവും ചെയ്യുവാനായിട്ടുള്ളത്? നമ്മുടെ സുഹൃത്തുക്കളെ സഹായിച്ചുകൊണ്ട്, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട്, അവരെയും സഹായിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കിട്ടുന്ന ഓരോ അവസരവും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒരുക്കി മിശിഹായെ സ്വീകരിക്കുവാനായി പരിശ്രമിക്കാം. ക്രിസ്മസ് ദിനത്തിൽ നമുക്കേവർക്കും ലഭിക്കുന്ന വലിയ ഒരു കാര്യമാണ് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെതായ ഒരു മാതൃക. ദൈവത്തോടൊപ്പമായിരുന്ന ദൈവപുത്രൻ സ്വയം ശൂന്യനാക്കി ഈ ഭൂമിയിൽ വന്ന് പിറന്നുവെങ്കിൽ എത്ര വലിയ ഒരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈ മിശിഹായെയാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിച്ച് നമ്മൾ വ്യാപരിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവർക്കായി നൽകുവാനായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. നമുക്ക് ആത്മാർത്ഥമായി ഒരു ആത്മപരിശോധന തന്നെ നടത്താം. നമ്മുടെ ജീവിതത്തിൽ മിശിഹായെ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് നൽകുവാനായി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇതാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം. മിശിഹായെ ഹൃദയത്തിൽ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് നൽകി ആ മിശിഹ അനുഭവം മറ്റുള്ളവരിൽ ഉണ്ടാക്കി തീർക്കുവാനായി ക്രിസ്തുമസിന് ഒരുങ്ങുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ അവസരത്തിൽ പ്രത്യേകമായി പരിശ്രമിക്കാം. ക്രിസ്മസിന് നല്ല അവസരങ്ങളെ നമ്മൾ നന്മയ്ക്ക് ഉള്ള കാര്യങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മിശിഹായോടൊപ്പമുള്ള ഒരു ജീവിതത്തിനായി നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങൾ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.
പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ ജനന തിരുനാളിനൊരുക്കമായുള്ള ഇമ്മാനുവേൽ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും യേശുവിന് വന്ന് പിറക്കാൻ തക്ക സ്ഥലങ്ങളായിട്ട് നമുക്ക് മാറ്റുന്നതിനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്നും യേശുവിനെ കടന്നു വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ മാലിന്യങ്ങളെയും എല്ലാ തിന്മകളെയും എടുത്തു മാറ്റുന്നതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈശോയെ, നീ ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും കടന്നു വരണമേ, വന്നു വസിക്കണമേ, ജനിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ചേർന്ന് പാടാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാ. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമായി. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പിന്നെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിന്നെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും,
സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. 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 വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായിരിക്കുന്ന പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദിവികാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവസം ഇതിനായിട്ട് ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാനായിട്ട്, അവിടുത്തെ ആരാധിക്കുവാനായിട്ട്, അവിടുന്ന് നമ്മിലേക്ക് വർഷിച്ച അനുഗ്രഹങ്ങളെയെല്ലാം ഓർത്ത് നന്ദി പറയുവാനായിട്ട്, നമ്മുടെ ഭാഗത്ത് നിന്നും വന്നുപോയ വീഴ്ചകളെയും പരാജയങ്ങളെയും തിന്മകളെയും ഓർത്ത് അവിടുത്തോട് മാപ്പ് ചോദിക്കുവാനായിട്ട് ഈശോ നമുക്ക് നൽകിയ ഈ വിലയേറിയ സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മോടുകൂടെ ആയിരിക്കുവാനായിട്ട് ദൈവം കണ്ടെത്തിയ ഈ നിമിഷങ്ങളെ നമുക്ക് അമൂല്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് അമൂല്യരും പ്രിയങ്കരരുമായതുകൊണ്ടാണ് നമ്മോടുകൂടെ ആയിരിക്കുവാനായിട്ട് ദൈവം മനസ്സാകുന്നത്. ദൈവത്തിൻ്റെ ആ വലിയ കാരുണ്യത്തെ, വലിയ സ്നേഹത്തെ നമുക്ക് ഓർക്കാനായിട്ട്, അനുസ്മരിക്കാനായിട്ട് നമുക്ക് സാധിക്കാം. കർത്താവേ, ഞങ്ങളോടുകൂടെ ആയിരിക്കണമേ, ഞങ്ങളോടുകൂടെ വസിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ ഒരു വാഗ്ദാനമായിരുന്നു ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളത്. നമ്മോടുകൂടെ എന്നും ലോകാവസാനം വരെ ആയിരിക്കുവാൻ വേണ്ടി ഈശോ കണ്ടുപിടിച്ച മാർഗമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മോടൊപ്പം എന്നുമായിരിക്കുകയാണ്. അപ്പത്തിൻ്റെ രൂപം സ്വീകരിച്ച് ഈശോ ഇതാ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. നമുക്ക് കർത്താവിനെ ആരാധിക്കാം, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിന് നന്ദി പറയാം. 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് ദൈവം മനുഷ്യനോട് കൂടെയായി. ഇമ്മാനുവലായിട്ട് ദൈവം നമ്മുടെ കൂടെ വന്നു. ഇന്നിതാ അപ്പത്തിൻ്റെ രൂപം സ്വീകരിച്ച്
ദൈവം നമ്മോടുകൂടെ ആയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച അതേ ദൈവം തന്നെയാണ് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ ആയിരിക്കുന്നത്. രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതേ ദൈവം ഇതാ നമ്മുടെ കൂടെ, നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ നമുക്ക് തുറക്കാം. ഈ അപ്പത്തെങ്കിലേക്ക് നമുക്ക് നോക്കാം. ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ. ഈശോയെ, നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് എന്തെന്നില്ലാത്ത സന്തോഷം നമുക്കുണ്ടാകുന്നത്. ദുഃഖവും ആകുലതകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്നത്. ഈശോയെ, നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറന്ന് കാണാം. ഈശോയെ, നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ഈശോയ്ക്കായിട്ട് നമുക്ക് തുറക്കാം. ഈശോയെ, നീ എന്നിലേക്ക് വരണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് പാടി സ്തുതിക്കാം. ക്രൂശിതരൂപനാ സ്നേഹസ്വരൂപനാ മനസ്സിൽ നീ വരണേ. ഈശോ മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ഈശോയെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ ഈശോയ്ക്കായിട്ട് തുറന്നുകൊണ്ട് നമുക്ക് ഈശോയെ വിളിച്ച് അപേക്ഷിക്കാം. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. നമ്മുടെ മനസ്സിലെ വിരോധവും വിദ്വേഷവും പകയുമെല്ലാം എടുത്തു മാറ്റുന്നതിനായിട്ട് ഈശോയെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ, അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. നമ്മളെ ദ്രോഹിക്കുകയും
നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്ത ആളുകളോട് നിരുപാധികം ക്ഷമിക്കുവാനായിട്ടുള്ള ശക്തിയും കൃപയും നമുക്കെല്ലാവർക്കും തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. നമ്മുടെ ദുശീലത്തിൻ്റെ, നമ്മുടെ തഴക്കദോഷങ്ങളുടെ എല്ലാ മേഖലകളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കണമേ, നമുക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും മനസ്സിലാക്കുവാനും അവയെല്ലാം ഓർത്ത് ദാതാവായ ദൈവത്തിന് നന്ദി പറയുവാനുമായിട്ടുള്ള അനുഗ്രഹവും കൃപയും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. പുൽക്കൂട്ടില് ജനിച്ച ഈശോയെ ധ്യാനിക്കുമ്പോൾ, ദൈവത്തെ ധ്യാനിക്കുമ്പോൾ എളിമ നമ്മുടെ ജീവിതത്തിലെല്ലാം അഭ്യസിക്കുവാനും അഹങ്കാരത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുമായിട്ടുള്ള അനുഗ്രഹവും കൃപയും നമുക്കെല്ലാവർക്കും തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. നമ്മുടെ എല്ലാ രോഗങ്ങളെയും കർത്താവിന് നമുക്ക് സമർപ്പിക്കാം. അവയൊക്കെ ഏറ്റെടുക്കുന്നതിനുള്ള ശക്തിയും കൃപയും നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ രോഗങ്ങളിലൂടെയൊക്കെ ദൈവം ലക്ഷ്യമാക്കുന്ന രക്ഷാകര സന്ദേശം ഉൾക്കൊള്ളുവാനായിട്ടുള്ള കരുത്തും കൃപയും നമുക്ക് എല്ലാവർക്കും തരണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. നമ്മുടെ മനസ്സിലെ എല്ലാ നിരാശകളെയും എല്ലാ തകർച്ചകളെയും കർത്താവിന് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, അവയെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റി സന്തോഷം നിറഞ്ഞൊരു ഹൃദയം നിറയ്ക്കുന്നതിനായിട്ട്, സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കുന്നതിനായിട്ട് എന്നിലേക്ക് വരണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. നമ്മുടെ മനസ്സിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ രാജാവാണ് ഈശോ. അസമാധാനവും അസ്വസ്ഥതയും ആകുലതയുമുള്ള എല്ലാ മേഖലകളിലേക്കും എല്ലാ മനസ്സുകളിലേക്കും രാഷ്ട്രങ്ങളിലേക്കും ഈശോ അങ്ങ് കടന്നു വരികയും സമാധാനം കൊണ്ട് അവിടെ എല്ലാം നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. നമ്മുടെ ശാരീരികമായ രോഗത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നമുക്ക് കടന്നു വരാം. ഈശോയെ, നമുക്ക് നമ്മുടെ രോഗത്തിൻ്റെതായിട്ടുള്ള മേഖലകളിലേക്ക് ക്ഷണിക്കാം. ഈശോയെ, നീ വരണമേ, വന്ന് ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ.
ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്കും തൊഴിൽ മേഖലകളിലേക്കും നമുക്ക് കർത്താവിനെ ക്ഷണിക്കാം. ഈശോയെ, നീ ഞങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ ഞങ്ങളുടെ അധ്വാനമെല്ലാം നിഷ്ഫലമാകും, അത് ശരിയായ വിധത്തിലുള്ള ഫലം പുറപ്പെടുവിക്കുകയില്ല എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലേക്ക് തൊഴിൽ മേഖലകളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളെയും എല്ലാ പാപങ്ങളെയും നമ്മുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം. ഈശോയെ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, നീ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഒന്നിനും എൻ്റെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ല എന്ന വലിയ ബോധ്യത്തോടുകൂടെ നമുക്ക് കർത്താവിനെ നമ്മുടെ മനസ്സിലേക്ക് ക്ഷണിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. ഈശോയെ, നീ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും ഈശോയെ ഞങ്ങളുടെ മനസ്സിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടി സ്തുതിക്കാം. മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സിൽ നീ വരണേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്കൊരുങ്ങാം. ഈ സമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതിനായിട്ട്, അവിടുത്തെ ആരാധിക്കുന്നതിനായിട്ട്, സ്തുതിക്കുന്നതിനായിട്ട്, ദൈവം നമ്മോട് കാണിച്ച കരുണയ്ക്ക് നന്ദി പറയുന്നതിനായിട്ട് നമുക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഭിന്നതയിലും കലഹത്തിലും കഴിയുന്ന എല്ലാ രാഷ്ട്രങ്ങളെയും ജനങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
ഈശോയെ സമാധാനം അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഒഴുക്കണമേ. സമാധാനം അനുഭവിക്കുവാനായിട്ട് അവരെ എല്ലാവരെയും യോഗ്യരാക്കണമേ, അർഹരാക്കണമേ എന്ന് നമുക്ക് ഭർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദുശീലങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പല നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത, നിയന്ത്രിക്കാൻ സാധിക്കാത്ത നമ്മുടെ ദുശീലങ്ങളെയെല്ലാം എടുത്തു മാറ്റണമേ, അതിൽ നിന്നെല്ലാം വിടുതൽ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മുടെ രോഗങ്ങളെ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങളിൽ നിന്ന് സൗഖ്യവും ആശ്വാസവും നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വീടുകളിൽ നിന്നും ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും അകന്നു കഴിയുന്ന നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ സംരക്ഷിക്കണമേ, ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കണമേ എന്ന് അവരെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം. ഈശോയെ, നിൻ്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറ്റണമേ, അതെന്താണേലും സ്വീകരിക്കുവാനായിട്ടുള്ള ശക്തി, കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും രോഗസൗഖ്യത്തിനായിട്ട്, ജോലി കിട്ടുന്നതിനായിട്ട്, കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതിനായിട്ട്, സാമ്പത്തികമായ ബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായിട്ട്, നമ്മുടെ സഹായം ചോദിച്ചിട്ടുള്ള, പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്കിപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യന് നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരീ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.